ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാം എന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ചിലപ്പോഴെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് സങ്കടത്തോടെയും നിരാശയോടെയും ഒക്കെ എഴുന്നേൽക്കേണ്ടി വരുന്ന അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ഇന്നും അത് അനുഭവിക്കുന്നവരായിരിക്കാം. ദീർഘനാളുകളായി പ്രാർത്ഥന തുടങ്ങിയിട്ട്, ദീർഘനാളുകളായി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ചേർന്നിരിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു ചലനം പോലുമില്ലല്ലോ, മറുപടിയുടെ ഒരു ലക്ഷണം പോലുമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നില്ല നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യൂ. പ്രാർത്ഥിക്കും മുമ്പ് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും നിലയിലുള്ള മുൻവിധികൾ ഉണ്ടെങ്കിൽ അത് ഒന്ന് എടുത്തു മാറ്റാൻ ശ്രമിക്കൂ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ മുൻവിധികളാണ് പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ ക്രൂഢധ്യാനത്തിനായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം വായിക്കട്ടെ. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. തിരുവചനത്തിലെ അനേക സുപരിചിത ഭാഗങ്ങളിൽ ഒന്നാണിത്. പലർക്കും ഇത് മനഃപ്പാടമാണ്. ഇതിൽ നിന്ന് അനവധി സന്ദേശങ്ങൾ നമ്മൾ കേട്ടിട്ടുമുണ്ട്. അത്തരം പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമില്ല. എങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഓർമ്മിപ്പിക്കുന്നു. എലീശ പ്രവാചകന്റെ അടുക്കിലേക്ക് നിലവിളിച്ചെത്തിയ ഒരു സ്ത്രീയോട്, അല്ലെങ്കിൽ വിധവയായ ഒരു സ്ത്രീയോട് അവരുടെ സങ്കടങ്ങൾ കേട്ട ശേഷം എലീശ പ്രവാചകൻ നൽകുന്ന മറുപടിയാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. അവരുടെ പ്രശ്നങ്ങൾ പ്രവാചകന്റെ അടുക്കൽ പൂർണ്ണമായിട്ടും വിവരിച്ചു കേൾപ്പിച്ചു. അവരുടെ സാഹചര്യങ്ങളും പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ തിരികെ അവരോട് ചോദിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരോട് പറഞ്ഞ കാര്യങ്ങൾ വേണ്ട നിലകളിൽ പൂർണ്ണമായും പ്രവാചകൻ പറഞ്ഞ അർത്ഥത്തിൽ അവർ മനസ്സിലാക്കിയോ എന്തോ. കാരണം എലീശ പ്രവാചകൻ ചോദിക്കുന്നത്, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ പറക. അപ്പോൾ അവർ പറയുന്ന മറുപടി ശ്രദ്ധിച്ചാട്ടെ. ഒരു ഭരണി എണ്ണ ഉണ്ട് എന്നല്ല പറയുന്നത്, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ഈ എണ്ണ കൊണ്ട് എന്ത് ചെയ്യാനാ? ആകപ്പാടുള്ളത് ഒരു ഭരണി എണ്ണയാണ്. നമ്മുടെ സംശയങ്ങളല്ല ദൈവസന്നിധിയിൽ നിരത്തേണ്ടത്, നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം ദൈവത്തോട് പറഞ്ഞാൽ മതി. പരീക്ഷകൾക്കൊക്കെ നല്ലോണം തയ്യാറായിട്ട് അതിൻ്റെ ദിവസം അടുത്ത് വരുമ്പോൾ ചില കുട്ടികളുടെ മനസ്സിലേക്ക് വല്ലാത്ത ഭയം ഓടിയെത്തും. കുട്ടികളെന്ന് പറയുമ്പോൾ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും ആണെന്ന് മാത്രം വിചാരിക്കരുത്. IAS പഠിക്കുന്നയാളും വിദ്യാർത്ഥി തന്നെയാണ്. അതിൻ്റെ അർത്ഥം IASന് അപ്പുറം ഒരു പഠിത്തമില്ല എന്നും വിചാരിക്കരുത്. പഠിത്തം എത്ര വലിയതാണെങ്കിലും അത് വിദ്യാർത്ഥി തന്നെയാണ് പഠിക്കുന്നയാളുടെ പേര്. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന അനേകരെ ഉറപ്പിക്കുവാനും അവർക്കൊണ്ട് പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ആ ദൈവിക അനുഭവത്തിൻ്റെ കൂടെ വെളിച്ചത്തിൽ ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങളോട് പറയുന്നു. പരീക്ഷയ്ക്ക് മുമ്പ് യാതൊരു മുൻവിധിയും നിങ്ങളെ ഭരിക്കുവാൻ ഇടയാകരുത്. നിങ്ങളാകെ നോക്കേണ്ടത് ദൈവത്തിൻ്റെ സർവശക്തിയെക്കുറിച്ചും ദൈവത്തിലുള്ള സാധ്യതകളെക്കുറിച്ചും മാത്രമാണ്. പ്രവാചകനോട് പറയുന്നത്, ഒരു ഭരണി എണ്ണ കൊണ്ട് എന്ത് ചെയ്യാനാ? അത് മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ. ഒന്നുമില്ലായ്കയിൽ നിന്നും സകലത്തെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്ന കാര്യം മറക്കരുത്. യേശു കർത്താവ് തൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ചില കുരുടന്മാരെ സൗഖ്യമാക്കിയതായിട്ട് തിരുവചനത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? അവരിൽ ചിലരോടൊക്കെ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എനിക്ക് ഇത് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? 2, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യണം പറക എന്നൊക്കെ കർത്താവ് ചോദിക്കുമ്പോൾ ഈ കുരുടന്മാരായിരുന്നവർ പോലും പൂർണ്ണമായ ഉറപ്പും ദൈവത്തിലുള്ള ആശ്രയവുമാണ് വെളിപ്പെടുത്തുന്നത്. കണ്ണുണ്ടായാൽ പോരാ, കാണണം എന്ന് പറഞ്ഞിട്ടില്ലേ? എന്നതുപോലെ നമ്മൾ വിശ്വാസി എന്ന് പറഞ്ഞാൽ പോരാ, വിശ്വസിക്കുകയും കൂടെ വേണം. ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയാത്ത ഒരു മേഖലയിലുമല്ല ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ വിഷയമുണ്ടല്ലോ, ആ പ്രശ്നമുണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ പ്രയാസമേറിയ അനുഭവങ്ങളിലൂടെ അനേക പ്രിയപ്പെട്ടവർ കടന്നുപോയിട്ടുണ്ട്. അവർക്കെല്ലാം മാർഗദർശിയും മറുപടി നൽകിയതും നമ്മുടെ ദൈവം തന്നെയാണ്. ആ ദൈവം നിങ്ങളെയും സഹായിക്കും. നമ്മളിപ്പോൾ വായിച്ച വാക്യം തുടർന്ന് ചിന്തിക്കുമ്പോൾ പ്രവാചകൻ അവർക്ക് കൊടുത്ത മറുപടിയും അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവപ്രവൃത്തിയും വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെയുമല്ല, അവർ വാസ്തവത്തിൽ ഒരു ആവശ്യം മാത്രമാണ് പറഞ്ഞത്, എൻ്റെ മക്കളെ കടക്കാർ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകാൻ പോകുന്നു, അതിൽ നിന്നും ഒരു വിടുതൽ നൽകണം. എന്നാൽ അവർക്ക് വിടുതൽ ലഭിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ അവരോട് തിരികെ
പ്രവാചകന്റെ അടുക്ക് ചെന്നപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. വാക്യം, അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. അപ്പോൾ പ്രവാചകൻ പറയുന്നത്, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുകൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതായത് ഒരു താൽക്കാലിക വിടുതലല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവരോട് പറഞ്ഞത്, നീയും മക്കളും ഉപജീവനം കഴിക്കത്തക്ക നിലകളിൽ ഇതിൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു. നമുക്കും വിശ്വസിക്കാം, ദൈവം ചിലത് ചെയ്യട്ടെ. ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ ഒരവസരം നമ്മൾ കൊടുക്കൂ. നമ്മുടെ അവിശ്വാസം ഒന്ന് മാറ്റൂ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മുമ്പിൽ പതറാതെ പൂർണ്ണമായി അങ്ങയിൽ ആശ്രയിച്ച് പ്രാർത്ഥിപ്പാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.